നാട്ടിൽ നിന്ന് അയർലൻഡ് എത്തിയപ്പോൾ തൊട്ട് ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ അതെൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നം തന്നെയാണ്. അതിപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഭയങ്കര മോശം, ചില സമയത്തൊക്കെ സങ്കടം വരും. എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ മുന്നിലാണ് സ്റ്റിൽ ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് നൂറ്റാണ്ടുകളുടെ ടൈം കൺസ്യൂമിങ് ആണ്. അതുപോലെ തന്നെ കുറച്ച് പൈസ ചിലവ് കൂടുതലുമാണ്. നാട്ടിലാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള ഡോക്ടറിനെ പോയി കാണാൻ പറ്റും. അതുപോലെ തന്നെ പൈസ ചിലവ് അത്രയില്ല. മെഡിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് അടിപൊളി. ഇവിടെ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചെറിയ ചെറിയ കുട്ടി ഫാൻസി ഷോപ്പുകളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ ആകെ ബൂട്ട്സ്, ഫാർമസി എന്നൊക്കെ പറയുന്ന സാധനങ്ങളിൽ പോയിട്ട് വേണം നമ്മൾ സാധനം എടുക്കാൻ. അവിടെയാണെങ്കിൽ ഒടുക്കത്തെ റേറ്റുമാണ്, വലിയ വലിയ ബ്രാൻഡുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമോ ഈ പൈസ ഉണ്ടെങ്കിൽ നാട്ടിൽ 3-4 സാധനം വാങ്ങാമല്ലോ എന്ന്. എന്ത് പറയാനാ, ബ്രാൻഡഡ് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് സങ്കടം. കർത്താവേ, ഇതിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ പൈസ ചിലവ് ചെയ്തേന്ന്. അതുമാത്രമല്ല, അതെങ്ങാനും തേച്ചിട്ട് മുഖത്ത് പിടിക്കുകയും കൂടെ ചെയ്തില്ലെങ്കിലോ തീർന്ന്. അപ്പം ഞാനിങ്ങനെ ലല്ലല്ല പാടി സിറ്റി കൂടെ നടക്കുമ്പോഴാണ് ഈ TK Maxx കാണുന്നത്. ഇത് 2 ഫ്ലോറായിട്ടാണ് വരുന്നത്. ഒരുപാട് സാധനങ്ങളുണ്ട്. ഞാൻ കൂടുതലും സ്കിൻ സൈഡിലാണ് നിന്നത്. സ്കിന്നിൻ്റെ മാത്രമല്ല, ഹെയറിൻ്റെ ഉണ്ട്, പിന്നെ ഒരുപാട് ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഉണ്ട്, പിന്നെ ചെരുപ്പ്, ഷൂസ്, ഡ്രസ്സ്, സൺഗ്ലാസസ്, പിന്നെ മേലെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കിച്ചൺ ഐറ്റംസ്, എല്ലാത്തിനും ഡിസ്കൗണ്ടിലാണ് അവർ ഇട്ടേക്കുന്നത്. നമുക്ക് ഒരുപാട് ഡിസ്കൗണ്ട്സ് ഇവിടെ അവൈലബിൾ ആയിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യമൊന്നും ഞാൻ കൂടുതൽ നോക്കിയില്ല. സ്കിന്നിൻ്റെ എല്ലാം തന്നെ വരുന്നത് UK, ജർമ്മനി, US അങ്ങനെ ഒരുപാട് കൺട്രീസിൻ്റെ ബ്രാൻഡഡ് ഐറ്റംസ് ആണ് വരുന്നത്. ഞാൻ കേട്ടതും കേൾക്കാത്തതുമായ ഒരുപാട് ബ്രാൻഡഡ് ഐറ്റംസ് ഉണ്ട്. പക്ഷേ എല്ലാത്തിനെ കുറിച്ച് എനിക്കറിയില്ല. ഞാൻ കുറച്ചൊക്കെ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഫേക്ക് അല്ല പ്രൊഡക്റ്റ്. പക്ഷേ എന്തെങ്കിലും ചെറിയ ഡാമേജ് അല്ലെങ്കിൽ ലേബലിൽ വരുന്ന പ്രശ്നം, ഇതൊക്കെ കൊണ്ടായിരിക്കും അവർ ചെറിയ പൈസയ്ക്ക് വിൽക്കുന്നത്. കുറച്ച് പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചു. ഇനി അത് ട്രൈ ചെയ്തിട്ട് എന്താ അവസ്ഥ എന്ന് പറയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.